ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് ഈശോയ്ക്കൊപ്പമായിരിക്കാം. ഈശോയെ, ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെയും എല്ലാ രോഗികളെയും അങ്ങയുടെ തിരുക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. സൗഖ്യദായകനായ ഈശോയെ, സൗഖ്യം നൽകി എല്ലാവരെയും ജീവിതത്തിൻ്റെ പ്രകാശത്തിലേക്ക് നയിക്കണമേ. ഞങ്ങൾക്ക് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ ഇത്ര ഭംഗിയായി അറേഞ്ച് ചെയ്തിരിക്കുന്ന സന്ദേശ നിലയത്തെയും അതിൻ്റെ സംഘാടകരെയും അതിരൂപതയിലെ എല്ലാ മതാധ്യാപകരെയും ഒപ്പം ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളെ തന്നെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളിന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗം ഞങ്ങൾക്ക് നന്നായി മനസ്സിലാകുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അപ്പം നമ്മൾ ഇന്ന് 4ാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലേ? നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈശോയുടെ മിശിഹാ രഹസ്യങ്ങളാണ്. എന്താ മക്കളെ മിശിഹാ രഹസ്യങ്ങൾ? ടീച്ചർ ഒരു ക്ലൂ തരാം. നമ്മൾ ഓൾറെഡി ഇപ്പം 2-3 മിശിഹാ രഹസ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാ? മംഗളവാർത്ത അല്ലേ? ഈശോയുടെ മംഗളവാർത്ത നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചതോ ഈശോയുടെ ജനനം. ഇതൊക്കെ മിശിഹാ രഹസ്യങ്ങളാണ്. ഇനിയുണ്ട് മിശിഹാ രഹസ്യങ്ങൾ. ഏതൊക്കെയാണെന്നറിയോ? ഈശോയുടെ ജീവിതം, ഈശോയുടെ പീഠാനുഭവം, പിന്നെ കുരിശുമരണം, ഉത്ഥാനം, അത് കഴിഞ്ഞ് സ്വർഗാരോഹണം, അവസാനം. ഇതെല്ലാമാണ് ഈശോയുടെ മിശിഹാ രഹസ്യങ്ങൾ. എന്ന് പറഞ്ഞാൽ ഈശോയുടെ ജീവിതത്തിലെ ചില സുപ്രധാന കാര്യങ്ങൾ, സംഭവങ്ങളാണ് മിശിഹാ രഹസ്യങ്ങൾ. നമ്മുടെ ഇന്നത്തെ പാഠഭാഗത്തിൻ്റെ പേര് നിങ്ങൾ കണ്ടോ? ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്ന ഈശോ. എന്താണ് പാഠത്തിൻ്റെ പേര്? ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്ന ഈശോ. നമുക്ക് ഈ പാഠത്തിൻ്റെ പേര് കേൾക്കുമ്പോഴേ മനസ്സിലാകും ഈശോ തൻ്റെ സുവിശേഷ ദൗത്യം ആരംഭിക്കുകയാണെന്ന്. ഈശോ സുവിശേഷം ആരംഭിക്കാൻ പോവുകയാണെന്നല്ലേ? അപ്പം ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതായിട്ടാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ കാണുന്നത്. ഇതിനു മുമ്പ് ഈശോ പരസ്യ ജീവിതം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരുങ്ങുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? 2 സംഭവങ്ങൾ നമ്മൾ കണ്ടല്ലേ? ഈശോ പരസ്യ ജീവിതത്തിനായിട്ട് ഒരുങ്ങുന്നത്. എങ്ങനെയെല്ലാം ഈശോ ഒരുങ്ങിയത്? ഈശോ മാമോദീസ സ്വീകരിച്ചു സ്നാപകനിൽ നിന്ന്. ഈശോ പരിശുദ്ധാത്മാവിനാൽ പൂരിതനാകുന്നത് നമ്മൾ കണ്ടു, അഭിഷിക്തനാകുന്നത് നമ്മൾ കണ്ടു അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ എന്താ സംഭവിച്ചത്? പിന്നെ ഈശോ മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് പ്രലോഭകനെയൊക്കെ പരാജയപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കണ്ടു അല്ലേ? അപ്പം ഈശോ പരസ്യജീവിതനായിട്ട് ഒരുങ്ങുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അല്ലേ? ഇപ്പം ഈശോ പരസ്യജീവിതം തുടങ്ങാൻ പോവുകയാണ്. ഈശോ ജനിച്ച സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം അല്ലേ? ഏതാണ്? ബേത്ലഹേമിലാണ് ഈശോ ജനിച്ചത്. ഈശോ ജനിച്ചത് എവിടെയാണ്? യൂദയായിലെ ബേത്ലഹേമിലാണ് ഈശോ ജനിച്ചത്. ഈശോ വളർന്നതോ? നസ്രത്തിലെ തിരുക്കുടുംബത്തിലാണ് ഈശോ വളർന്നത്. അപ്പം ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഈശോ കുറച്ച് കാര്യങ്ങൾ ഒരുങ്ങിയതായിട്ട് നമ്മൾ കണ്ടു. ഇനി ഈശോ പരസ്യജീവിതം തുടങ്ങാൻ പോവുക അല്ലേ? തുടങ്ങുന്നതിനായിട്ട് ഈശോ എവിടെ വന്നെന്നറിയാവോ? ഈശോ വളർന്ന സ്ഥലമായ നസ്രത്തിലേക്ക് തന്നെയാണ്. അവിടെ ഒരു സാബത്ത് ദിവസം പതിവ് പോലെ ഈശോ യഹൂദരുടെ ദൈവാലയമായ സിനഗോഗിലെത്തി. സാബത്ത് എന്താണെന്നറിയാമല്ലോ? നമ്മൾ 10 പ്രമാണങ്ങൾ പഠിച്ചില്ലേ? കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഈ കർത്താവിൻ്റെ ദിവസമാണ് യഹൂദർക്ക് സാബത്ത്. അത് ഏതാണെന്നറിയോ? അവർക്ക് ശനിയാഴ്ച. നമ്മൾക്കോ ക്രിസ്ത്യാനികൾക്ക് എപ്പോഴാണ് സാബത്ത്? ഞായറാഴ്ച അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, ഞായറാഴ്ചയാണ് നമുക്ക് സാബത്ത് ദിവസം. അതാണ് കർത്താവിൻ്റെ ദിവസം. അപ്പം ഈശോ എവിടെ വന്നു? സിനഗോഗിലെത്തി. സിനഗോഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? കേട്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എവിടാ? കൊച്ചിയിലുണ്ട് സിനഗോഗ് അല്ലേ? കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ സിനഗോഗ് ഉണ്ട് കേട്ടോ. യഹൂദരുടെ സിനഗോഗ് ഉണ്ട്. നിങ്ങളവിടെ പോയിന്ന് കാണണം. സിനഗോഗിൻ്റെ സ്ട്രക്ചറൊന്നും നമ്മുടെ പള്ളിയുടെ സ്ട്രക്ചറൊന്നുമല്ല, വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ പേരൻസിനോട് പറയണം, ഇപ്പം കൊറോണ കാലം, ഇപ്പോൾ ഒന്നും പോകണ്ട, കൊറോണയൊക്കെ മാറിക്കഴിയുമ്പം നിങ്ങൾ പേരൻസിനോട് പറയണം ഞങ്ങളെ കൊണ്ടൊന്ന് സിനഗോഗ് ഒന്ന് കാണിക്കാൻ കേട്ടോ. അപ്പം ഈശോ സിനഗോഗിലെത്തി. ഈശോ വായിക്കാനായിട്ട് എഴുന്നേറ്റ് നിന്നു. വായിക്കാനായിട്ട് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞപ്പം ഈശോയ്ക്ക് വായിക്കാൻ കിട്ടിയത് ഏതാണെന്നറിയോ? ഏത് പുസ്തകമാണെന്നറിയോ? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം. അതെന്താ ഈശോയ്ക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം മാത്രമായിട്ട് വായിക്കാൻ കിട്ടിയത്? പഴയ നിയമ ജനത, യഹൂദർക്ക് പഴയ നിയമം മാത്രമേ ഉള്ളൂ അല്ലേ? പഴയ നിയമ പുസ്തകങ്ങളേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഉള്ളതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം. അവർക്ക് ഇങ്ങനെ ഒരൊറ്റ പുസ്തകമായിട്ട്. നമ്മുടെ ബൈബിൾ നിങ്ങൾ കണ്ടോ മക്കളെ? ബൈബിൾ കണ്ടോ? ഇതിൻ്റെ അകത്ത് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അകത്ത് പഴയ നിയമമുണ്ട്,
പുതിയ നിയമമുണ്ട് അല്ലേ? രണ്ടും കൂടെ ചേർന്നൊരു സമ്പൂർണ്ണ ബൈബിളാണ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ? എന്നാൽ യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമം മാത്രമാണ്. അത് തന്നെ ഒറ്റ പുസ്തകമായിട്ടൊന്നുമല്ല അവർക്ക് ലഭ്യമായിരുന്നത്. അവർക്ക് ഈ യെശയ്യായുടെ പുസ്തകം, ജെറമിയായുടെ പുസ്തകം, ഇങ്ങനെ പുസ്തക ചുരുളുകളായിട്ടാണ് അന്ന് സിനഗോഗിൽ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ ഈശോയ്ക്ക് കിട്ടിയ പുസ്തകം ഏതാ? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം. ഈശോ പുസ്തകം തുറന്നു. ഈശോ വായിച്ചത് ഇപ്രകാരമാണ്. കണ്ടോ? ഈശോ വായിച്ചത് എന്താണെന്ന് നമുക്കൊന്ന് വായിക്കാം. എൻ്റെ കൂട്ടത്തിൽ നിങ്ങളൊന്ന് വായിച്ചേ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഇതാണ് ഈശോ വായിച്ചത്. ഇത് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ തിരുവചനമാണ്. നിങ്ങൾ ബൈബിൾ ഒന്ന് തുറന്നോ? കണ്ടുപിടിച്ചോ? 4-ാമത്തെ അധ്യായം 18-ാമത്തെ തിരുവചനം. ബൈബിൾ അങ്ങനെ തുറന്നു വെച്ചോണേ, നമുക്ക് അവസാനം വരെ ഈ തിരുവചനം ആവശ്യമാണ് കേട്ടോ. അപ്പം ഈശോ വായിച്ചത് ഇതായിരുന്നു. ഈശോ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകമൊക്കെ വായിച്ചിട്ട് ഈശോ പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഈശോ എന്താ ചെയ്തെന്നറിയോ? ഈശോ പോയി ഒപ്പം പോയി സിനഗോഗിൽ ഇരുന്നു. അപ്പം എല്ലാവരും ഈശോയെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. അതെന്തായിരിക്കും ഈശോ ഇങ്ങനെ ഉറ്റുനോക്കാനുള്ള കാരണം? അവർ ചെറുപ്പത്തിൽ ബാലനായിരുന്നപ്പോഴൊക്കെ ഈശോയെ കണ്ടിട്ടുണ്ട്. ഈശോ പതിവായിട്ട് സിനഗോഗിലെത്തുമായിരുന്നു. ഈശോയ്ക്കൊരു പ്രത്യേക ചൈതന്യം ഇന്നവർക്ക് ദർശിക്കാൻ പറ്റി. അല്ലെങ്കിൽ ഈശോയ്ക്ക് പ്രത്യേക ചൈതന്യം അല്ലേ? അതിനേക്കാൾ കൂടുതൽ, കാരണം ഈശോ ആത്മാവിനാൽ പൂരിതനായിട്ടാണ് ഈശോ വന്നിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവർ ഈശോ ഉറ്റുനോക്കിയതല്ലേ? അപ്പം ഈശോ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. ഏതാ തിരുവെഴുത്ത്? ഇപ്പം നിങ്ങൾ ബൈബിൾ തുറന്നു വെച്ചിട്ടില്ലേ? ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ തിരുവചനമാണത് അല്ലേ? ഒന്നും കൂടെ നമുക്ക് അതിൻ്റെ പാർട്ട് ബൈ പാർട്ടായിട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ് ഒന്ന് നോക്കിക്കേ. എന്താ അത്? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് അല്ലേ? ഈശോയിൽ കർത്താവിൻ്റെ ആത്മാവ് ഉണ്ടോ മക്കളെ? ഉണ്ടല്ലേ? ഈശോയിൽ കർത്താവിൻ്റെ ആത്മാവ് ഉണ്ട്. പരിശുദ്ധ കന്യകാമറിയം ഗർഭിണിയായത് പരിശുദ്ധാത്മാവിലാണ് അല്ലേ? അപ്പം ഈശോയിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട് അല്ലേ? ഇനിയും അതും കൂടാതെ ഈശോ സ്നാപകനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച സമയത്ത് എന്താ സംഭവിച്ചത്? മിടുക്കൻ, പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഈശോയുടെ മുകളിൽ വന്ന് നിൽക്കുന്നതായിട്ട് ആരാ സാക്ഷ്യപ്പെടുത്തിയത്? സ്നാപക യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി അല്ലേ? അപ്പം ഈശോയിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. അപ്പം ഈശോയിൽ പരിശുദ്ധാത്മാവുണ്ടല്ലേ? ഇനിയും രണ്ടാമത്തെ നോക്കിക്കേ. ഇനി അങ്ങോട്ട് വരുന്നത് ഈശോ ഈ ലോകത്ത് ചെയ്യാൻ പോകുന്ന ചില ദൗത്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് പറയാമോ ഈശോ എന്തൊക്കെ ഈ ലോകത്ത് ചെയ്തതെന്ന്? ഈശോ പരസ്യജീവിതം തുടങ്ങിക്കഴിഞ്ഞിട്ട് ഈശോ ഈ ലോകത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തെല്ലാവാ? കുറച്ചൊന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മിടുക്കൻ, രോഗികളെ സുഖപ്പെടുത്തി. പിന്നെ പാപികളുടെ പാപം മോചിച്ചു അല്ലേ? പിന്നെന്താ ഈശോ ചെയ്തു? ഈശോ ഒത്തിരി അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്തില്ലേ? അപ്പം വർദ്ധിപ്പിച്ചു അല്ലേ? പിന്നെ വെള്ളം വീഞ്ഞാക്കി കാനായിലെ കല്യാണം. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? അപ്പം ഈശോ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലേ? അപ്പം അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പം ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ എന്താണ് മക്കളെ? ആദ്യത്തേത് ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കാനായിട്ടാണ് ഈശോയെ അഭിഷേകം ചെയ്തതെന്നാണ് ഈശോ വായിച്ചത്. പിന്നെ വായിച്ചത് എന്താണ്? ബന്ധിതർക്ക് മോചനം. നിങ്ങൾ കണ്ടോ? അന്ധർക്ക് കാഴ്ച. പിന്നെന്താ കിടക്കുന്നത്? അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കൽ. ഇത്രയും കാര്യങ്ങളാണ് ഈശോ ഈ ലോകത്തിൽ ചെയ്തത്. 5 ദൗത്യങ്ങൾ. നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പം ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യരായ നമ്മുടെ പാപങ്ങളൊക്കെ മോചിപ്പിച്ച് നമ്മളെ സ്വർഗ സൗഭാഗ്യത്തിൽ എത്തിക്കാനായിട്ട് ഈശോ വന്നല്ലേ? അപ്പം അതിനാണ് ഈശോ വന്നത്. അപ്പോൾ ഈശോ നമ്മുടെ എല്ലാത്തരം ബന്ധനങ്ങളിൽ നമ്മെ അകറ്റാനാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ ഈശോ ആരാണ്? ഈശോ സമഗ്ര വിമോചകനാണ്. ആരാണ് മക്കളെ ഈശോ സമഗ്ര വിമോചകനാണ്. മനസ്സിലായില്ലേ? എല്ലാത്തരം ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളാണ് സമഗ്ര വിമോചകൻ. അപ്പോൾ നമുക്ക് ഈശോയുടെ ആദ്യത്തെ ദൗത്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ആദ്യത്തെ ദൗത്യം എന്താണ്? ദരിദ്രർക്ക് സുവിശേഷം. ആരാ ദരിദ്രർ?
പാവപ്പെട്ടവരല്ലേ, പാവപ്പെട്ടവർ ദരിദ്രൻ. പിന്നെ ആരാ ദരിദ്രർ? വീടില്ലാത്തവർ അല്ലേ, പാർപ്പിടമില്ലാത്തവർ, അവരൊക്കെ ദരിദ്രരാണ്. നമ്മൾ ഈ ലോകത്തിൻ്റെ കണ്ണും കൊണ്ട് നോക്കുമ്പം അവരൊക്കെ ദരിദ്രരാണ്. എന്നാൽ അവർ മാത്രമല്ല കേട്ടോ ദരിദ്രർ, വേറെ ആൾക്കാരും ഉണ്ട് ദരിദ്രർ. ആരാണ്? മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഞെരുക്കം അനുഭവപ്പെടുന്നവർ, പീഡനം അനുഭവിക്കുന്നവർ, അവരൊക്കെ ദരിദ്രരാണ്. അപ്പം ഈശോയുടെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാകുന്നു. ആർക്കാ സ്വർഗരാജ്യം? ആത്മാവിൽ ദരിദ്രർക്കാണ് സ്വർഗരാജ്യം. ആരാ മക്കളെ ആത്മാവിൽ ദരിദ്രർ എന്നറിയാവോ? ആരാ ആത്മാവിൽ ദരിദ്രർ? ഭൗതികതയിലും സമ്പത്തിലും ഈ ലോകത്തിൽ കാണുന്ന ഒന്നിലും ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ കരുണയിലും പരിപാലനയിലും പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നവരാണ് ആത്മാവിൽ ദരിദ്രർ. ഇങ്ങനെ ആത്മാവിൽ ദരിദ്രരായ ഒത്തിരി വിശുദ്ധർ നമ്മുടെ സഭയ്ക്കുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു വിശുദ്ധൻ്റെ പേര് പറയട്ടെ? നിങ്ങൾക്കറിയാവുന്ന പേരാണ്. എന്താണ്? പറയട്ടെ ടീച്ചർ. പേര് ഫ്രാൻസിസ് അസീസി. കേട്ടിട്ടുണ്ടോ? വിശുദ്ധ ഫ്രാൻസിസ് അസീസി. വളരെ കോടീശ്വരനായ ഒരു വസ്ത്രവ്യാപാരിയുടെ മകനായിരുന്നു ഫ്രാൻസിസ് അസീസി. ജീവിച്ചത് ഈശോയെ ഇറങ്ങുകയായിരുന്നു ജീവിതത്തിൽ. അപ്പം ആത്മാവിൽ ദരിദ്രനായിട്ടാണ് ജീവിച്ചത്. വീടൊക്കെ വിട്ട് ഇറങ്ങി ആത്മാവിൽ ദരിദ്രനായിട്ട് ജീവിച്ച ആളാണ് ഫ്രാൻസിസ് അസീസി. ഈശോ ആണെങ്കിലും ഈശോയുടെ ജീവിതം നിങ്ങൾ നോക്കിയേ. ഈശോ ജനിച്ചത് എവിടെ? ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ. ഈശോയുടെ ജനനവും ഈശോയുടെ ജീവിതവും ഈശോയുടെ മരണവും ഒക്കെ ദരിദ്രരിൽ ദരിദ്രനായിട്ടായിരുന്നു. ദരിദ്രർക്കുള്ള സുവിശേഷമായിരുന്നു ഈശോയുടെ ജീവിതം മുഴുവനും. അപ്പം ഇപ്പം നിങ്ങൾക്ക് ക്ലിയറായി ആരാണ് ആത്മാവിൽ ദരിദ്രരെന്ന്, അല്ലേ? അപ്പം നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടത്? ദൈവത്തിൻ്റെ കരുണയിലും പരിപാലനയിലുമാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ ഈ ശരീരവും നമ്മുടെ സൗന്ദര്യവും നമ്മുടെ സമ്പത്തും ഒക്കെ എപ്പം വേണമെങ്കിലും നശിച്ചു പോകാം, അല്ലേ? അപ്പം നമ്മൾ ആരിൽ ആശ്രയിക്കേണ്ടത്? ഈശോയിലാണ് ആശ്രയിക്കേണ്ടത്. കൊറോണയല്ലേ, മരുന്ന് വല്ലതും കണ്ടുപിടിച്ചോ? എഫക്റ്റീവായിട്ടുള്ള മരുന്നൊന്നും ഇതുവരെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഗവേഷണം നടത്തുന്നുണ്ട്, കണ്ടുപിടിക്കുമായിരിക്കും. പക്ഷേ ഇപ്പം നമുക്ക് ആരാശ്രയം? ദൈവമാണ് ആശ്രയം, അല്ലേ? അപ്പം ദൈവത്തിൽ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇനി നമ്മൾ രണ്ടാമത്തെ ഈശോയുടെ ദൗത്യത്തിലേക്ക് കടക്കാൻ പോവാണ്. എന്താണ്? ബന്ധിതർക്ക് മോചനം. ബന്ധിതർക്ക് മോചനം നൽകാനാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. പൈശാചിക ബന്ധനമുണ്ട്, പാപത്തിൻ്റെ ബന്ധനമുണ്ട്, രോഗത്തിൻ്റെ ബന്ധനമുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മളെ മോചിപ്പിക്കാനാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പം നമുക്ക് ഒരു വീഡിയോ കാണാം. അതിൻ്റെ അകത്ത് ഈശോ പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ഒരു രോഗിയെ ഈശോ മോചിപ്പിക്കുന്ന ഒരു വീഡിയോ. It's Dallas, I'm the creator of The Chosen, and yes, season 1 of The Chosen is complete. All 8 episodes, they're available right now. You can look up The Chosen in the App Store or Google Play, and we're easy to find. You can download it and be watching within minutes. And in fact, it's unprecedented technology. You can connect to almost any device you have directly, and you don't even need a subscription. So I hope you'll check out season 1 of The Chosen right now. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. ആരെ ഈശോ സുഖപ്പെടുത്തിയത്? തളർവാദ രോഗിയെ. ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞെന്താണ്? നിൻ്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? നിൻ്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നുമാണ് ഈശോ ആ രോഗിയെ മോചിപ്പിച്ചത്. ഇനിയും ഈശോ വീണ്ടും അശുദ്ധാത്മാവ് ബാധിച്ചവരെ, പിശാചു ബാധിതരെ ഈശോ മോചിക്കുന്നതായിട്ട് സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു രോഗിയെ ഈശോ കഫർനഹാമിലെ സിനഗോഗിൽ വെച്ച് സുഖപ്പെടുത്തുന്ന ഒരു വീഡിയോ നമുക്ക് കാണാം. Teacher, I beg you look upon my son. Please help him. For he's my only child. I begged your disciples to cast it out, but they could not. O faithless and perverse generation, how long am I to be with you and bear with you? Bring your son here.
seems to be letting us see. Face has been healed too. വീഡിയോ കണ്ടല്ലോ. ഈശോയെ കണ്ടപ്പോൾ അശുദ്ധാത്മാവ് അലറുന്നത് നിങ്ങൾ കണ്ടല്ലോ. അശുദ്ധാത്മാവ് ബാധിച്ച ആ വ്യക്തിയല്ല അലറിയത്, അവനുള്ളിൽ അശുദ്ധാത്മാവാണ് അലറിയത്. എന്താ പറഞ്ഞത്? നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? കണ്ടോ, പിശാചിന് ഈശോയെ പേടിയല്ലേ? അല്ലേ? അശുദ്ധാത്മാവിന് ഈശോയെ പേടിയാ. ദൈവത്തിനെ പേടിയാണ് പിശാചിന്. അപ്പോൾ ആർക്കാ ശക്തി മക്കളെ? ദൈവത്തിനാണ് ശക്തി. അങ്ങനെ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും രോഗത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഒക്കെ രക്ഷിക്കാനാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. ഇനി മൂന്നാമത്തെ ദൗത്യത്തിലോട്ട് നമ്മൾ കയറാൻ പോവാണ്. എന്താണ് മൂന്നാമത്തെ ദൗത്യം? അന്ധർക്ക് കാഴ്ച. ഈശോ ഒത്തിരി അന്ധന്മാരെ സുഖപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റും. ചില അന്ധന്മാരൊക്കെ ഈശോയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ദാവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന്. കാരണം അന്ധരുടെ അവസ്ഥ ഭയങ്കര കഷ്ടം അല്ലേ? അവർക്ക് ഈ ലോകത്തിലെ ഒന്നും കാണാൻ പറ്റത്തില്ല അല്ലേ? ഭയങ്കര കഷ്ടമാണ് അവരുടെ അവസ്ഥ. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു വീഡിയോ കാണാം. ജന്മന അന്ധനായ ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. Hey, what's happening? What's going on? Jesus of Nazareth is passing by. Jesus! Oh, Jesus! Son of David, have mercy on me! What do you want me to do for you? I want to see again. Then see. Your faith has made you well. I can see. I can see. I can see. Did you lose him? വീഡിയോ കണ്ടല്ലോ. ഈശോ ആ രോഗിയെ സുഖപ്പെടുത്തി കഴിഞ്ഞ് അവൻ ഭയങ്കര സന്തോഷവാനായിട്ട് കണ്ണു തുറക്കുന്നൊക്കെ നിങ്ങൾ കണ്ടോ? എന്നിട്ട് തിരിച്ച് ഈ രോഗി അസുഖമൊക്കെ മാറിക്കഴിഞ്ഞപ്പം ഈ രോഗി സിനഗോഗിലെത്തി കഴിഞ്ഞപ്പം ഫരീസിയരും നിയമജ്ഞരും എന്താ ചെയ്തത്? അവർ ഈ രോഗിയെ സിനഗോഗിൽ നിന്ന് പുറത്താക്കി. ഈ രണ്ട് വിഭാഗം ആൾക്കാർ എപ്പോഴും ഈശോയെ വിമർശിക്കുന്ന ആൾക്കാരാണ്. ഈശോ എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് ഫരീസിയരും നിയമജ്ഞരും. അവർ ഈ രോഗി എന്താ ചെയ്തത്? സിനഗോഗിൽ നിന്ന് പുറത്താക്കി. അപ്പം ഈശോ അതിനെതിരായിട്ട് ഈശോ പ്രതികരിക്കുന്നുണ്ട്. അപ്പം ഈശോ ഈ ഫരീസിയരെയും നിയമജ്ഞരെയൊക്കെ വിമർശിക്കുന്നതായിട്ടാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത്. കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്ന്. അപ്പം യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലാണ് ഈ അത്ഭുതം നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം ഫരീസിയരും നിയമജ്ഞർക്കും മനസ്സിലായി അവരെക്കുറിച്ചാണ് ഈശോ ഈ പറയുന്നതെന്ന്. അപ്പോൾ അവർ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളും അന്ധരാണെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അവരെന്താ ചോദിച്ചത്? ഞങ്ങളും അന്ധരാണോ? അപ്പം ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ അന്ധരായിരുന്നുവെങ്കിൽ നിങ്ങളിൽ പാപം കാണത്തില്ലായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് കാണാമെന്ന് നിങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പാപമുണ്ട്. അങ്ങനെയല്ലേ? നമ്മൾക്കൊന്നും കാണാൻ പറ്റാത്തപ്പം നമുക്ക് എന്ത് പാപം ചെയ്യാനാ? ഈ ഫരീസിയരുടെ ആത്മീയമായ അന്ധതയെക്കുറിച്ചാണ് ഈശോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈശോ അങ്ങനെ ഈ ലോകത്തിലേക്ക് വന്നത് ശാരീരികമായ അന്ധത മാത്രമല്ല, ആത്മീയമായ അന്ധതയും അജ്ഞതയാകുന്ന അന്ധതയും
നമ്മിൽ നിന്ന് അകറ്റാനാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. ഇത് മാത്രമല്ല, ധാർമ്മിക അന്ധകാരം ബാധിച്ചവർക്കെതിരായിട്ടും ഈശോ ശബ്ദമുയർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ബാധിച്ചവർക്കെതിരെ ഈശോ ശബ്ദമുയർത്തി അവരെ സത്യത്തിൻ്റെ വചനത്തിലേക്ക് ഈശോ കൊണ്ടുവരുന്നതായിട്ട് സുവിശേഷം പറയുന്നുണ്ട്. അതുമാത്രമല്ല, അവരെ പ്രകാശത്തിലേക്ക് ഈശോ നയിക്കുകയും ചെയ്തു. അപ്പം ഈശോയുടെ ഒത്തിരി പേര് സഹകരിച്ചു. ഈശോ കറക്റ്റ് ചെയ്യാൻ പോയ ആൾക്കാർ ഒത്തിരി പേര് ഈശോയോട് സഹകരിക്കുന്നുണ്ട്. അങ്ങനെ സഹകരിച്ചവരെ ഈശോ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പ്രകാശത്തിൻ്റെ നാഥനെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് നമ്മൾ സുവിശേഷങ്ങളിലുടനീളം കാണുന്നത്. അപ്പം നമ്മളിപ്പോൾ പഠിച്ച ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, പ്രധാന ഭാഗങ്ങൾ നമ്മൾക്കൊന്ന് ഓർത്തെടുക്കാം. ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? ഈശോ സമഗ്ര വിമോചകനാണ്. ആരാണ്? ഈശോ സമഗ്ര വിമോചകനാണ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ടീച്ചർ പറഞ്ഞു. പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും ബന്ധനങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നവനാണ് ഈശോ. പിന്നെ ഈശോ ഈ ലോകത്തിൽ ചെയ്ത, പരസ്യ ജീവിതത്തിൽ ഈ ലോകത്ത് ചെയ്ത ഒരു 3 ദൗത്യങ്ങളെപ്പറ്റി നമ്മൾ നല്ല വ്യക്തമായിട്ട് പഠിച്ചു. ഒന്ന് പറയാമോ നിങ്ങൾക്ക്? ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒന്നാമത്തേത് ദരിദ്രർക്ക് സുവിശേഷം, വെരി ഗുഡ്. രണ്ടാമത്തേത് ബന്ധിതർക്ക് മോചനം, മിടുക്കി. പിന്നെ മൂന്നാമത്തേത് അന്ധർക്ക് കാഴ്ച. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പം ഒരു നിമിഷം നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. സമഗ്ര വിമോചകനായ ഈശോയെ, എല്ലാത്തരം ബന്ധനങ്ങളിൽ നിന്നും മോചനം നൽകി അങ്ങയുടെ തിരുഹിത പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. അങ്ങനെ അങ്ങയോട് സഹകരിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.